എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രഹ്മയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ ചിത്രം ഡയസീറ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. അതോടൊപ്പം ചിത്രത്തിന്റെ പ്രീമിയർ ഷോകൾ ഇന്ന് പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രീമിയർ ഷോകൾക്കടക്കമുള്ള ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിങ്ങിന് മികച്ചൊരു ഡിമാൻഡ് നമുക്ക് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കേരള ബോക്സ് ഓഫീസിൽ എത്ര കോടി നേടിയെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ പെയ്ഡ് പ്രീമിയർ ഷോകളിൽ മാത്രം 60 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം റിലീസ് ദിവസത്തെ ചിത്രത്തിന്റെ അഡ്വാൻസ് സെയില് 50 ലക്ഷം രൂപയും കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ കേരള പ്രീമിയർ ഷോകളുടെയും ഡയസീറയുടെ കേരള ഡേ 1 ബുക്കിംഗ് നോക്കുമ്പോൾ 1 കോടി 1 ലക്ഷം രൂപ ചിത്രത്തിന്റെ അഡ്വാൻസ് സെയിലിലൂടെ ചിത്രം നേടിയിട്ടുണ്ട്. കൂടുതൽ സിനിമ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലാലേട്ടന്റെ ബിഗ് ബജറ്റ് ചിത്രമായ ഋഷഭ ഇനിയും വൈകും. റിലീസ് വീണ്ടും മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ലാലേട്ടനെ നായകനാക്കി തെലുങ്കിലും മലയാളത്തിലും ഒരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് ഋഷഭ. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചിത്രത്തിന്റെ റിലീസ് തീയതി വീണ്ടും മാറ്റാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ റിലീസ് തീയതിയായി പ്രഖ്യാപിച്ചത് ഒക്ടോബർ 16-നായിരുന്നു. പിന്നീടത് നിശ്ചയിച്ച തീയതിയിൽ നിന്നും മാറ്റി നവംബർ 6-ന് റിലീസ് മാറ്റുകയായിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു റിലീസും മാറ്റിയിരിക്കുകയാണ്. അതേസമയം ഇന്ന് DQ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായ കാന്തയുടെ ടൈറ്റിൽ ട്രാക്ക് പുറത്തു വന്നിരിക്കുകയാണ്. റേഞ്ച് ഓഫ് കാന്ത എന്ന ടൈറ്റിൽ ട്രാക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. ജാനു ചന്ദർ സംഗീതം നൽകിയ ടൈറ്റിൽ ട്രാക്ക് ആലപിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ് ബസൂർ ആണ്. സെൽവമണി സെൽവരാജ് രചിച്ച് സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് DQവിന്റെ നിർമ്മാണ കമ്പനിയും റാണ റഘുപതിയുടെ ഉടമസ്ഥയിലുള്ള സ്പിരിറ്റ് മീഡിയയും ചേർന്നാണ്. ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന നവംബർ 14-നാണ്. ആരൊക്കെയാണ് ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. പ്രഖ്യാപിത നാൾ മുതൽ ഹൈപ്പ് കിട്ടിയ ഒരു മലയാള ചിത്രമാണ് ദിലീപ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ബബ്ബബ്ബ. ചിത്രത്തിന്റെ റിലീസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതിൽ ലാലേട്ടന്റെ ശബ്ദം കൂടി വന്നതോടുകൂടി തന്നെ ചിത്രത്തിന്റെ ഹൈപ്പ് വീണ്ടും ഏറിയിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മറ്റൊരു അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ബബ്ബബ്ബയിലെ ലാലേട്ടന്റെ പ്രതിഫല തുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ലാലേട്ടൻ ബബ്ബബ്ബയിൽ മേടിച്ചിരിക്കുന്ന പ്രതിഫല തുക എന്ന് പറയുന്നത് 10 കോടി രൂപയോളമാണ്. ശ്രീ ഗോകുലൻ ഗോപാലനാണ് ഈ ഒരു വൻപൻ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രം ഡിസംബർ 18-ന് തിയേറ്ററുകളിലെത്തും. ദ കിങ് ഈസ് ബാക്ക്. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതെ, മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി കൊച്ചിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മമ്മൂക്ക നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. വെൽക്കം ബാക്ക് മമ്മൂക്ക എന്ന് ആരാധകരുടെ ആശംസക്ക് നന്ദിയും അറിയിച്ചാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. അതേസമയം അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റിലാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ പൂർത്തീകരിച്ച്, അതായത് ലണ്ടനിലെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് കേരളത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ അപ്ഡേറ്റുകളിൽ നമ്മുടെ പ്രേക്ഷകർ കാത്തിരുന്ന അപ്ഡേറ്റ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.